ഞാനിതാ എത്തിക്കഴിഞ്ഞു. കൊള്ളാം ജയ്സിംഗ്, നിന്റെ കൊട്ടാരം അതിസുന്ദരമായിട്ടുണ്ട്. നീ എവിടെയാണുള്ളത്? നീ ഇവിടെയുണ്ടല്ലേ? എന്നെ നീ ഒരുപാട് അപമാനിച്ചു ജയ്സിംഗ് ചൗഹാൻ. ഇപ്പൊ ഞാൻ നിന്നെ പകരം വിട്ടാൻ വന്നിരിക്കുകയാണ്. പെട്ടെന്ന് എന്താണ് സംഭവിച്ചത്? എന്നെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്? ഓ, നീ എഴുന്നേറ്റു ജയ്സിംഗ് ചൗഹാൻ. ഇത് മജിഷ്യൻ ജ്വാലാമുഖിയുടെ ജയിലാണ്. ഇതിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് മാത്രമല്ല, അത് നിനക്ക് തൊടാൻ പോലും സാധിക്കില്ല. ഞാൻ വെറുതെ ഒരൽപ്പം കളിച്ചു നോക്കിയതാണ്. പക്ഷെ അതിനു പോലും നീ സമ്മതിക്കില്ല എന്ന് വെച്ചാൽ വെറുതെ കയറി എന്നോട് പ്രശ്നമുണ്ടാക്കാൻ വന്നതല്ലേ? ഇനി ഒരിക്കലും നിനക്ക് എന്നെ തടയാൻ പറ്റില്ല. ഞാൻ ഒരുപാട് കുട്ടി കുറുമ്പുകൾ ചെയ്യാൻ പോവുകയാണ്. നീ എന്നെ തെറ്റിദ്ധരിച്ചിട്ടില്ലല്ലോ അല്ലേ? എന്തു പറ്റി? നാവിറങ്ങിപ്പോയോ? ജ്വാലാമുഖി, ഞാൻ നിന്നെ വെറുതെ വിടില്ല. ഒന്നും നടക്കില്ല. ഈ തീ നിനക്ക് അണയ്ക്കാൻ പറ്റില്ല. നിന്റെ മാജിക് ഉണ്ടല്ലോ, അതെല്ലാം വളരെ വേസ്റ്റ് ആണ്. ഇപ്പൊ നീ നല്ലോണം റെസ്റ്റ് എടുക്ക്. റിലാക്സ്. ഇനി കിടന്നുറങ്ങിക്കോ. ആ മുത്തശ്ശനെ അങ്ങ് വിട്ടേക്ക്. ഈ രംഗില എന്തിനാ ഇവിടെ കിടന്നുറങ്ങുന്നത്? രംഗില, എഴുന്നേൽക്ക്, ഒന്ന് എഴുന്നേൽക്ക്. രുദ്ര, രുദ്ര, മുത്തശ്ശനാവൻ കൊണ്ടുപോയി കഴിഞ്ഞു. ആ ജ്വാലാമുഖി വന്ന് കൊണ്ടുപോയി. എന്ത്? രുദ്ര, നമ്മൾ പുറത്തിറങ്ങി കഴിഞ്ഞു. ഇനി നമ്മൾ എങ്ങനെയാ മുത്തശ്ശനെ കണ്ടുപിടിക്കാം? മജിഷ്യൻ ജ്വാലാമുഖിയെ രംഗീല ആദ്യം കണ്ടത് വോൾക്കാനോയുടെ അടുത്ത് വെച്ചാണ്. മുത്തശ്ശനെ അവിടേക്ക് ഇറക്കി കൂട്ടിക്കൊണ്ടുപോയിട്ടുണ്ടാവാ. അവൻ ഭയങ്കര ശക്തിശാലിയെന്ന് തോന്നുന്നുണ്ടല്ലോ. അവനുമായി നമ്മൾ എങ്ങനെ ഏറ്റുമുട്ടാ? മുത്തശ്ശൻ പറഞ്ഞ കാര്യം ഓർമ്മയുണ്ടല്ലോ. മനുഷ്യന് ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ അവൻ എന്ത് വേണമെങ്കിലും ചെയ്യാൻ കഴിയും. ഇപ്പൊ പറ, മുത്തശ്ശന്റെ ഗുരുമന്ത്രം എന്താണ്? ഫോക്കസ് ആൻഡ് ബിലീവ്. ദാ വോൾക്കാൻ അവിടെ ഉണ്ട്. രുദ്ര, മുത്തശ്ശൻ അവിടെയുണ്ട്. ആ മജിഷ്യൻ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവും. ശ്രദ്ധിച്ചു കേൾക്ക്. ഓക്കേ? അപ്പൊ നിങ്ങൾ ഇവിടം വരെ എത്തിക്കഴിഞ്ഞു അല്ലേ? മുത്തശ്ശനെ വിളിച്ചുകൊണ്ടുപോകാൻ വേണ്ടി വന്നതാണല്ലേ? അപകടം പിടിച്ച ജ്വാലാമുഖിയെ നിങ്ങൾ സ്വയം തേടി കണ്ടുപിടിച്ചിരിക്കുകയാണ് അല്ലേ? ഞാൻ വീണ്ടും എന്റെ കളി തുടങ്ങാൻ പോവുകയാണ്. മുത്തശ്ശ, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഷെടാ, അദ്ദേഹം എങ്ങനെ കേൾക്കാനാ? അദ്ദേഹം സുഖമായിട്ട് കിടന്നുറങ്ങുകയല്ലേ? എങ്ങോട്ടാടാ കൊച്ചന്മാരെ ഓടുന്നത്?
മുത്തശ്ശനെ രക്ഷിക്കാനല്ലേ വന്നത്? ആ. ചെല്ല് ചെല്ല്, ഓടിച്ചെല്ല്. Ibaiska, Zibaiska, choo! Ibaiska, Zibaiska, choo! Ibaiska, Zibaiska, choo! Ibaiska, Zibaiska, choo! ഇപ്പൊ എന്ത് ചെയ്യും? മന്ത്രങ്ങളൊന്നും എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്നില്ലല്ലോ. മരയ്ക്കും വരുന്നും ഒരുപാട് സമയം ആ മജിഷ്യനെ കളിപ്പിക്കാൻ പറ്റില്ല. ഇനിയിപ്പോ ഒറ്റ വഴിയേ ഉള്ളൂ. ഓടിക്കോ ഓടിക്കോ, ഇത് നന്നായിട്ടുണ്ട്. എന്നോടാണല്ലേ കളി, ഇപ്പൊ മനസ്സിലായോ? പിന്നെ ആ പയ്യന്റെ പേരെന്തായിരുന്നു? അത് അവന്റെ പേര് രുദ്ര. അവനെവിടെ പോയി? പറ്റിച്ചു അല്ലേ? എന്ന് വച്ചാൽ ഞാൻ ഇവരുടെ പുറകെ ചുറ്റി തിരിയുമ്പോൾ അവൻ മുത്തശ്ശനെ പൊക്കി രക്ഷപ്പെട്ട് കാണും. മനസ്സിലായി. അവൻ എവിടെയാടാ? രുദ്ര, നീ നിന്റെ മുത്തശ്ശനെ രക്ഷിക്കാൻ വേണ്ടി വന്നതാണല്ലേ? നീ വളരെ ധൈര്യശാലിയാണല്ലോ. എനിക്ക് നിന്നെ പോലെ ധീരന്മാരെ വളരെ ഇഷ്ടമാണ്. നിന്നെ പോലുള്ളവരോട് കളിക്കാനാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം. എന്നാ പിന്നെ നമുക്ക് കളി തുടങ്ങിയാലോ? കളി തുടങ്ങാമല്ലേ? ഞാൻ റെഡി. Ibaiska, Zibaiska, water fountain! ഈ വെള്ളത്തിനെ ഒരുപാട് നേരം തടഞ്ഞു നിർത്താൻ പറ്റില്ല രുദ്ര. Ibaiska, Zibaiska, water fountain! Ibaiska, Zibaiska, Freezo!
നിനക്ക് എത്ര ധൈര്യമുണ്ടെങ്കിൽ എന്നോട് ഇത്തരത്തിലൊരു കളി കളിക്കും? എന്നാ പിടിച്ചോ. ഇന്നെന്റെ ശക്തികളെല്ലാം എന്നെ വിട്ടു പോയത് പോലെയുണ്ടല്ലോ. എന്റെ മാജിക്കൽ പവേഴ്സ് എന്താണ് വർക്കൗട്ട് ആവാത്തത്? മജിഷ്യൻ ജ്വാലാമുഖി, നിങ്ങളുടെ അകത്ത് അത്രയും വെള്ളം കേറിയിട്ടുണ്ട്. നിങ്ങളുടെ ഉള്ളിലുള്ള തീ അണഞ്ഞു. ഇനി നിങ്ങൾക്ക് ഒരിക്കലും മാജിക് ചെയ്യാൻ കഴിയില്ല. എന്ത്? മജീഷ്യൻ ജ്വാലാമുഖി, നിന്നെ കാണുമ്പോൾ എനിക്ക് എന്ത് തോന്നുന്നെന്നറിയോ? രുദ്രയുമായി ഏറ്റുമുട്ടി നീ തോറ്റ് പിന്മാറിയിരിക്കുകയാണ്. ഇവിടുന്ന് പൊയ്ക്കോളൂ. ഇനി ഒരിക്കലും നീ സൺസിറ്റിയിലേക്ക് തിരിഞ്ഞു പോലും നോക്കരുത്. ഞാൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും സൺസിറ്റിയെ നോക്കാൻ ഇവിടെ രുദ്രയുണ്ട്. അവൻ ഇവിടെ ഉള്ളപ്പോൾ ആർക്കും സൺസിറ്റിയെ ഒന്നും ചെയ്യാൻ പറ്റില്ല. രുദ്ര, വളരെ നന്നായി എൻ്റെ മോനെ.